നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എഴുതിക്കോ. ദി ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ 2-dimensional റാൻഡം വേരിയബിൾ. ദി ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ പ്രോബ്ലം ആണ്, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദി ജോയിന്റ് probability of a 2-dimensional random variable xy is given by p of xy equal to c into 2x plus 3y x equal to 0, 1, 2 and y equal to 1, 2, 3. Another question, find first one, the value of c. രണ്ടാമത്തെ question, the marginal distribution. Are x and y in independent. ഇപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ 2-dimensional റാൻഡം വേരിയബിൾ ഈസ് ഗിവൺ. രണ്ടിന്റെയും ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. എന്നാ സി ഇൻറ്റു പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ഇൻറ്റു 2x പ്ലസ് 3y. എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എക്സ് 0, 1, 2, 3 ആണ്. y ടേക്സ് ദി വാല്യൂസ് 1, 2, 3. അപ്പോൾ അതിന്റെ ജോയിന്റ് പ്രോബബിലിറ്റി വരുന്നത് ഇങ്ങനെയായിരിക്കും. എക്സ് വൈ, എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ്, എക്സിന്റെ വാല്യൂസ് ഇങ്ങനെ കോളം ബേസിലാണ്. എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ 0, 1, 2 ആണ്. y ടേക്സ് ദി വാല്യൂസ് 1, 2, 3. നമുക്ക് തന്നിട്ടുണ്ട് ജോയിന്റ് പ്രോബബിലിറ്റി പി ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ വരിക? പി ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണ്, വൈന്റെ വാല്യൂ 1 ആണ്. നമുക്ക് തന്നിട്ടുണ്ട് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ഇൻറ്റു 2x പ്ലസ് 3y എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ് 0 ആണ്, y 1 ആണ്. അപ്പൊ പി ഓഫ് 0, 1 എന്ന് പറഞ്ഞാല് ഈ പോയിന്റ് 0, 1 അല്ലേ, എക്സ് 0 ആണ്, y 1 ആണ്. അപ്പൊ 0, 1 എന്ന് പറഞ്ഞാല് സി ഇൻറ്റു 2 ഇൻറ്റു 0 പ്ലസ് എക്സിന് 0യും വൈക്ക് 1 ഇട്ട് കൊടുക്കുക. y ഇൻറ്റു 1 ഈക്വൽ ടു സി ഇൻറ്റു 2 ഇൻറ്റു 0, 0 ആണ്, 0 പ്ലസ് 3 ഈക്വൽ ടു 3c. അപ്പൊ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 3c വരും. അടുത്തത് പി ഓഫ് 0, 2 ആണ്. പി ഓഫ് 0, 2 എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു 2 ഇൻറ്റു എക്സിന് 0, വൈക്ക് 1, 2 ഇൻറ്റു 0 പ്ലസ് വൈക്ക് 2 ആണ്, 3 ഇൻറ്റു 2 ഈക്വൽ ടു സി ഇൻറ്റു 2 ഇൻറ്റു 0, 0 പ്ലസ് 6 ഈക്വൽ ടു 6c. അപ്പൊ ഇത് 0, 2 എന്ന് പറഞ്ഞാൽ 6c ആണ്. നെക്സ്റ്റ് എക്സ് 0യും വൈ 3യും. എക്സ് 0, വൈ 3 എന്താവും? പി ഓഫ് 0, 3 എന്ന് വരും. പി ഓഫ് 0, 3 എന്ന് പറഞ്ഞാല് എക്സ് 0 എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു 3, 9c വരും. അങ്ങനെ ഓരോന്നും ഫില്ല് ചെയ്യാം. അടുത്തെന്ന് പറഞ്ഞാല് എക്സ് 1, വൈ 1. എക്സ് 1, വൈ 1 എന്ന് പറഞ്ഞാല് എക്സ് 1, വൈ 1 ആണ് 2 പ്ലസ് 3 വരും. 2 പ്ലസ് 3 5c. അടുത്തത് എക്സ് 1, വൈ 2. എക്സ് 1, വൈ 2 എന്ന് പറഞ്ഞാല് 2 ഇൻറ്റു 2 പ്ലസ് 6, 8c വരും. അങ്ങനെ ഓരോന്നും ഫില്ല് ചെയ്ത്. അടുത്തത് എക്സ് 1ഉം വൈ 3യും.
അപ്പോ 2 പ്ലസ് 3 ഇൻറ്റു 3 9 വരും. 2 പ്ലസ് 3 2 പ്ലസ് 9 11C വരും. അടുത്തത് എക്സ് 2ഉം വൈ 1ഉം. അപ്പൊ 2 ഇൻറ്റു 2 4 4 പ്ലസ് 3 7 7C. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് 2 ഇൻറ്റു 2 4 പ്ലസ് 3 ഇൻറ്റു 2 6 10C വരും. അടുത്തത് എക്സിന് 2 വൈക്ക് 3. അപ്പോൾ 4 പ്ലസ് 9 ഈക്വൽ ടു 13C. ഇനി എന്ത് ചെയ്യാ, ഇത് ടോട്ടലും കൂടി ഇവിടെ എഴുതുക കേട്ടാ. ടോട്ടൽ എന്ന് പറഞ്ഞാല് 3C പ്ലസ് 6C പ്ലസ് 9C, ഇതിന്റെ സമ്മ് 18C വരും. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് റോന്റെ സമ്മ് 3C പ്ലസ് 6C പ്ലസ് 9C. 3 പ്ലസ് 9 3 പ്ലസ് 6 9 9 പ്ലസ് 9 18C. അടുത്തത് 5 പ്ലസ് 8 13 13 പ്ലസ് 11 24C. നെക്സ്റ്റ് 7C പ്ലസ് 10C 17C. 17 പ്ലസ് 13 13C. 13C ഉണ്ട്. അതുപോലെ ഇതും ആഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ടോട്ടൽ എഴുതാം. ടോട്ടൽ എഴുതിയാല് ഇവിടെ 3 പ്ലസ് 5 8 8 പ്ലസ് 7 5C 10 പ്ലസ് 6 16 16 പ്ലസ് 8 24C. ഇത് 10 20 33C. ആ ടാബിള് ഫില്ല് ചെയ്ത് മനസ്സിലായിട്ടില്ലേ? ടാബിള് ഫില്ല് ചെയ്ത് മനസ്സിലായിട്ടില്ലേ? യെസ് മിസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദ വാല്യൂ ഓഫ് സി ആണ്. സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം പ്രോബബിലിറ്റിന്റെ പ്രോപ്പർട്ടി വെച്ച് സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ ഓവർ എക്സ് സിഗ്മ ഓവർ വൈ പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ ഈ ടോട്ടൽ എന്ന് പറഞ്ഞ കൊടുത്ത പിന്നെ മാർജിനൽ പ്രോബബിലിറ്റി ആണ്. ഇത് എക്സിന്റെ ആണ്, ഇത് വൈന്റെ ആണ്. ഈ കുത്തന കോളായിട്ട് കൊടുത്തത് ഇത് എക്സിന്റെ ആണ്, ഇത് വൈന്റെ ആണ്. ഏതെങ്കിലും ഒരു ആഡ് ചെയ്യാം, ഏതെങ്കിലും ഒരു റോയ ഏതെങ്കിലും ഒരു കോള ആഡ് ചെയ്യാം. അതായത് ഇത് ഈ സംഭവങ്ങൾ ഇത് കംപ്ലീറ്റ് ആഡ് ചെയ്തിട്ട് 1ൽ ഇക്വേറ്റ് ചെയ്യുക. അതായത് ടോട്ടൽ എപ്പോഴും 1 ആയിരിക്കും. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ കോൾ ആഡ് ചെയ്താലും ഈ റോ ആഡ് ചെയ്താലും ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒന്നുകിൽ ഈ കോൾ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും താഴത്തെ റോ ആഡ് ചെയ്യുക. അതിന്റെ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കും. അപ്പോൾ ചെയ്യേണ്ടത് 18C പ്ലസ് 24C പ്ലസ് 13C ഈക്വൽ ടു 1. 18C പ്ലസ് 24C പ്ലസ് 13C ഈക്വൽ ടു 1 ആയിരിക്കും. ഇത് ആഡ് ചെയ്താൽ 2 plus 4 72C equal to 1 implies C equal to 1/72. ഇനി എന്ത് ചെയ്യാം, ഈ സിന്റെ വാല്യൂ വെച്ചിട്ട് ഒന്നുകൂടി ആ ടാബിൾ വരയ്ക്കുക. നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും എക്സിന്റെയും വൈന്റെയും ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അതിനു വേണ്ടി ഈ സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. സിന്റെ വാല്യൂ നമുക്ക് 1/72 കിട്ടിയിട്ടുണ്ട്. അപ്പം ഒന്നുകൂടി ആ ടാബിള് ഉണ്ടാക്കുക. എക്സ് സിന്റെ വാല്യൂ ഇട്ട് കൊടുത്ത് വൈന്റെ വാല്യൂസ് 1ഉം 2ഉം 3ഉം ആണ്. എക്സിന്റെ വാല്യൂസ് 1ഉം എക്സിന്റെ വാല്യൂസ് 0 1 2 ആണ്. അപ്പൊ നമ്മൾ ഈ ടാബിള് നോക്കി
എക്സിന് സിക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. സി എന്ന് പറഞ്ഞാൽ 1/72. അപ്പൊ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 3/72, 6/72, 9/72 വരും. 3/72, 6/72, 9/72. അതുപോലെ എല്ലാത്തിനും സീന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. സീന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ ഇവിടെ 5/72, ഇവിടെ ഇട്ട് കൊടുത്താൽ 8/72, ഇവിടെ 11/72, ഇവിടെ ഇട്ട് കൊടുത്താൽ 7/72, 10/72, 13/72. ഇനി ഇതാണ് പി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാല്. പി എക്സ് ഓഫ് എക്സ് ഇത് കംപ്ലീറ്റ് ആഡ് ചെയ്തതാണ് എക്സിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഈ റോ ആഡ് ചെയ്തിട്ട് 3 + 8, 9, 9 + 9, 18. 18 ഡിവൈഡഡ് ബൈ 72 ആണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ഫംഗ്ഷൻ ഓഫ് 0 എബൌട്ട് എന്ന് പറയാം. അടുത്തത് എക്സ് ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് 24 ഡിവൈഡഡ് ബൈ 72. ഇത് 13 ഡിവൈഡഡ് ബൈ 72. അതുപോലെ ഇതും ഇത് പി വൈ ഓഫ് വൈ ആണ് വരിക. പി വൈ ഓഫ് വൈ ഇത് ആഡ് ചെയ്താല് 15/72, ഇത് ആഡ് ചെയ്താല് 24/72, 33 ഡിവൈഡഡ് ബൈ 72. ഇനി ഒന്നുമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീന്റെ വാല്യൂ കണ്ടുപിടിക്കാന്ന്. പിന്നെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും വൈയും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ടാബിൾ ഫില്ല് ചെയ്തത്. ഇപ്പൊ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് കറസ്പോണ്ടിങ് പി എക്സ് ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂസ് എന്ന് പറഞ്ഞാല് 0, 1, 2 ആണ്. 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി, അതായത് 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 18 ഡിവൈഡഡ് ബൈ 72. 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 24 ഡിവൈഡഡ് ബൈ 72. 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 30 ഡിവൈഡഡ് ബൈ 72. ഇനി ഇത് കറക്റ്റ് ആണോ നോക്കാൻ ഇതെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടല് 1 കിട്ടണം. നോക്കിയേ, ഇതിന്റെ എല്ലാം ഡിനോമിനേറ്റർ സെയിം ആണ്, 72 ആണ്. ആഡ് ചെയ്ത് നോക്കിയേ, 18 + 24 എന്ന് പറഞ്ഞാല് 42 കിട്ടും. 42 + 30 എന്ന് പറഞ്ഞാൽ 72. 72/72 1 ആണ്. നോക്കിയേ, ഇനി മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്ന് വെച്ചാല് marginal distribution of y, y corresponding py of y. y ന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 1, 2, 3 ആണ്. 1, 2, 3. 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. 1 കോളം വൈസ് y ന്റെ വാല്യൂ 1 ആകുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി 15/72 ആണ്. 15 ഡിവൈഡഡ് ബൈ 72. 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 24/72 ആണ്. 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 33 ഡിവൈഡഡ് ബൈ 72. നോക്കിയേ, ഇത് കറക്റ്റ് ആണോ നോക്കാന് ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്, 72 ആണ്. എല്ലാം ആഡ് ചെയ്ത് നോക്കിയാൽ 33 + 24 എന്ന് പറഞ്ഞാല് 57 ആണ്. 57 +
15 എന്ന് പറഞ്ഞാൽ 72 ആണ്. അപ്പൊ 72 ഡിവൈഡഡ് ബൈ 72 1 ആണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് 1 എഴുതാട്ടോ. ഈ കോളത്തിനകത്ത് 1 എഴുതാം. എങ്ങനെ ആഡ് ചെയ്താലും 1 കിട്ടണം. കുത്തനെ ആഡ് ചെയ്താലും ക്രോസ് ആയിട്ട് ആഡ് ചെയ്താലും എങ്ങനെയായാലും 1 കിട്ടണം. ഇതാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈയും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണോ എന്നാ ചോദിക്കുന്നത്. എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ കണ്ടീഷൻ ഉണ്ട്. അത് കണ്ടീഷൻ എഴുതുക. പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു പി എക്സ് ഓഫ് എക്സ് ഇൻറ്റു പി വൈ ഓഫ് വൈ ആയിരിക്കണം. അപ്പം അതിനകത്ത് ഏതെങ്കിലും ഒരു എലമെന്റ് എടുക്കുന്നത് പി ഓഫ് 0 1 എന്ന് പറയുന്ന എടുക്കുന്നത്. പി ഓഫ് 0 1 എത്രയാ? പ്രോബബിലിറ്റി ഓഫ് 0 1 എക്സ് 0യും വൈ 1ഉം. പ്രോബബിലിറ്റി ഓഫ് 0 1 ആണ് എക്സ് 0യും വൈ 1ഉം ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 3/72 ആണ്. പി ഓഫ് 0 1 എന്ന് പറഞ്ഞാൽ 3/72. ഇനി നോക്കുക പി എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എത്രയാന്ന് നോക്കുക. അതുപോലെ പി എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാല് പി എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇതാണ്. പി എക്സ് ഓഫ് എക്സ് ഇതാണ്. പി എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 18 ഡിവൈഡഡ് ബൈ 72 ആണ് അല്ലേ. പി എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി എക്സ് 0 എന്ന കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 18 ഡിവൈഡഡ് ബൈ 72 ആണ്. അപ്പൊ പി എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാല് 18 ഡിവൈഡഡ് ബൈ 72. ഇനി പി വൈ ഓഫ് 1 എത്രയാന്ന് നോക്കുക. പി വൈ ഓഫ് 1 എന്ന് പറഞ്ഞാല് വൈ 1 ആകുന്ന കേസിലുള്ള പ്രോബബിലിറ്റി ഇതാണ്ട. വൈ 1 ആണ്. കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 15 ഡിവൈഡഡ് ബൈ 72 ആണ്. ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ 72. അപ്പൊ പി ഓഫ് 0 1 ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു, അതായത് പി ഓഫ് 0 1 3/72 ആണ് കിട്ടിയത്. പി ഓഫ് എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാല് 18 ഡിവൈഡഡ് ബൈ 72 ആണ്. അപ്പോൾ അത് നോട്ട് ഈക്വൽ ആണ്. പി ഓഫ് 0 1 നോട്ട് ഈക്വൽ ടു പി ഓഫ് എക്സ് ഓഫ് 0 ഇൻറ്റു പി ഓഫ് വൈ ഓഫ് 1. അതുകൊണ്ട് തന്നെ എക്സ് ആൻഡ് വൈ ആർ നോട്ട്. ഇത് ഈക്വൽ ആണെങ്കിലാണ് അത് ഇൻഡിപെൻഡന്റ് ആകുന്നത്. നോട്ട് ഈക്വൽ ആണെങ്കിൽ ആർ നോട്ട് ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ഡിപെൻഡന്റ് എന്നും പറയും. എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഇൻഡിപെൻഡന്റ്. ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് കംപ്ലീറ്റ് അല്ലേ? ക്വസ്റ്റ്യൻ ഇതാണ്. 2 balls are selected at random. 2 balls are selected at random from a box containing 3 red, 2 green, 4 white. Balls. If x and y are the number of
red balls and green balls respectively. Included among the two balls drawn from the box find joint probability രണ്ടാമത്തെ marginal probability distribution. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Two balls are selected at random from a box containing 3 red, 2 green, 4 white balls. If X and Y are number of red balls and green balls respectively included among the two balls drawn from the box, find joint probability distribution, marginal probability distribution. ഇവിടെ പറയുന്നത് ഒരു ബോക്സിനകത്ത് 3 റെഡ് ബോൾ ഉണ്ട്, ഒരു ബോക്സിനകത്ത് 3 റെഡ് ബോൾ ഉണ്ട്, 2 ഗ്രീൻ ബോൾ ഉണ്ട്, 4 വൈറ്റ് ബോൾ ഉണ്ട്. അതിനകത്തുനിന്ന് നമ്മൾ 2 എണ്ണം അതിനകത്തുനിന്ന് എറിയുന്നു. ആ 2 എണ്ണം നമ്മളെ എക്സ് വൈ എന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്നത് റെഡ് ബോളിന്റെ എണ്ണാണ്. ആ എറിയുന്ന 2 എണ്ണം എക്സ് എന്ന് പറയുന്നത് റെഡ് ബോൾ, എക്സ് ഡിനോട്ട് ചെയ്യുന്ന റെഡ് ബോൾ ആണ്, വൈ ഡിനോട്ട് ചെയ്യുന്നത് ഗ്രീൻ ബോൾ ആണ്. അപ്പോ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതെല്ലായിരിക്കും? എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് റെഡ് ആണ്, വൈ ഡിനോട്ട് ചെയ്യുന്നത് ഗ്രീൻ ആണ്. അപ്പൊ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയായിരിക്കും? ടോട്ടൽ എത്ര ബോൾ ഉണ്ട് അതിനകത്ത്? ടോട്ടല് എത്ര റെഡ് ബോൾ ഉണ്ട് അതിനകത്ത്? പറയടോ ആരെങ്കിലും. 3 ബോൾ ആണ് ഉള്ളത്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് റെഡ് ബോളിന്റെ എണ്ണാണ്, എക്സ് ഡിനോട്ട് ചെയ്യുന്നത് റെഡ് ബോളിന്റെ എണ്ണാണ്. അപ്പൊ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയായിരിക്കും? നമുക്ക് ഈ എറിയുന്ന സാധനം എന്ന് പറയുന്നത് 2 ബോളാണ് എറിയുന്നത്. അതിൻ്റെ അകത്തുള്ള എക്സ് ഡിനോട്ട് ചെയ്യുന്നത് റെഡ് ബോൾ ആണ്. അപ്പൊ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ 0ഉം 1ഉം 2ഉം 3 ആണ്. അതുപോലെ വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത്, എറിയുന്ന ബോള് ഗ്രീൻ ബോൾ ആകാനുള്ള ഇതാണ് വൈ എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഗ്രീൻ ബോൾ ആണ്. അപ്പൊ 0ഉം 2 ഗ്രീൻ ബോൾ ആണുള്ളത്, 0ഉം 1ഉം 2. അപ്പൊ വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0ഉം 1ഉം 2 ആണ്. ടോട്ടല് ഗ്രീൻ ബോൾ എന്ന് പറയുന്നത് 2 എണ്ണ ഉള്ളത്. ഇത് റെഡ്, ഇത് ഗ്രീൻ. അപ്പൊ 2 ബോളാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. ഈ ബോക്സിന്റെ അകത്തുനിന്ന് 2 ബോൾ എറിയുന്നത് എക്സ് വൈ. എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ 0, 1, 2, 3 ആണ്. വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ 0, 1, 2 ആണ്. അപ്പം എക്സ് 0യും വൈ 0 എന്ന് പറഞ്ഞാല് പ്രോബബിലിറ്റി പി ഓഫ് 0, 0 എന്ന് പറഞ്ഞാല് എന്താകാൻ പാടില്ല? റെഡ് എറിയുന്ന 2 ബോളും റെഡ് ആകാൻ പാടില്ല. 2 ബോളും റെഡും ആകാൻ പാടില്ല, ഗ്രീനും ആകാൻ പാടില്ല. പി ഓ 0, 0 എന്ന് പറഞ്ഞാൽ എക്സ് ഡിനോട്ട് ചെയ്യുന്നത് റെഡ് ആണ്, വൈ ഡിനോട്ട് ചെയ്യുന്നത് ഗ്രീൻ ആണ്. അപ്പോൾ എക്സ് 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് റെഡ് ബോൾ ഉണ്ടാകാൻ പാടില്ല. വൈ ഡിനോട്ട് ചെയ്യുന്നത് ഗ്രീൻ എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാല് 0 ഗ്രീൻ ബോളും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എറിയുന്ന 2 ബോളും ഏത് ബോൾ ആയിരിക്കണം?
ഏത് ബോൾ ആയിരിക്കണം ആ ബോക്സ് എറിയേണ്ടത്? വിഷ്ണു പി P(0, 0) എന്ന് പറഞ്ഞാല് എക്സ് ഡിനോട്ട് ചെയ്യുന്ന റെഡ് ആണ്, വൈ ഡിനോട്ട് ചെയ്യുന്ന ഗ്രീൻ ആണ്. P(0, 0) എന്ന് പറഞ്ഞാൽ റെഡും ആവർ ഗ്രീനും ആവർ. അങ്ങനെയാണെങ്കിൽ ഏത് ബോൾ എറിയണം? എറിയുന്ന White. രണ്ട് ബോൾ വൈറ്റ് ആയിരിക്കും. അപ്പം ഈ വൈറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ എത്ര ബോൾ ഉണ്ട് ഈ ബോക്സിനകത്ത്? 3 × 2 = 5, 4 9 ബോൾ ഉണ്ട്. ടോട്ടൽ 9 എണ്ണത്തിന്റെ അകത്താണ് 2 എണ്ണം എറിയുന്നത്. ആ 2 എണ്ണം എറിയുന്ന ബോൾ എന്ന് പറയുന്നത് വൈറ്റ് ആകാനുള്ള പ്രോബിലിറ്റി ആണ്. അപ്പോൾ നമ്മൾ കോമ്പിനേഷൻ ആണ് എടുക്കുക. 4 എണ്ണത്തിന്റെ അകത്തുനിന്ന് 2 എണ്ണം എറിയുന്നു. 4C2 ഡിവൈഡഡ് ബൈ ടോട്ടൽ 9 എണ്ണം ഉള്ളത്, 9 എണ്ണത്തിൽ 2 എണ്ണം എറിയുന്നു. അപ്പോൾ 4C2 ഡിവൈഡഡ് ബൈ 9C2 കോമ്പിനേഷൻ ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ 4C2 ഡിവൈഡഡ് ബൈ 9C2 എന്ന് പറഞ്ഞാൽ 4C2 നമുക്ക് ഇങ്ങനെ എഴുതാം, 4 × ഇവിടെ 2 എണ്ണം അല്ലേ ഉള്ളത്, 2. 4 × 3 ഡിവൈഡഡ് ബൈ 1 × 2 ഡിവൈഡഡ് ബൈ 9C2 നമുക്ക് ഇങ്ങനെ എഴുതാം, 9 × 8 ഡിവൈഡഡ് ബൈ 1 × 2. അപ്പോൾ ഇനി ഇങ്ങനെ മാറ്റാം, 4 × 3 ഡിവൈഡഡ് ബൈ ഈ 1 × 2 ഈ 1 × 2 ക്യാൻസൽ ആവും, 9/8. അപ്പോൾ ഈ 4ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യാം, 3ഉം 9ഉം വെച്ച് ക്യാൻസൽ ചെയ്യാം, 3. അപ്പോൾ 1/6. അപ്പോൾ ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/6 ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോക്കിയേ, അടുത്തതെന്ന് പറയുന്നത് P(0, 1) ആണ്. P(0, 1) എന്ന് പറഞ്ഞാല് റെഡ് ആകാൻ പാടില്ല. ഇത് റെഡ് ആണ്, ഇത് ഗ്രീൻ ആണ്. ഒരു ബോൾ ഗ്രീൻ ആകാം, ഒറ്റ റെഡ് ബോൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അവിടുത്തെ പ്രോബബിലിറ്റി എങ്ങനെയാ വരുക? ഒരു ഗ്രീൻ ആകാം. അപ്പൊ 2 എണ്ണത്തിൽ 2 ബോൾ ചാടുന്നതിൽ ഒന്ന് ഗ്രീൻ ആകാം, ബാക്കി ഒന്ന് എന്തായാലും എന്തായിരിക്കണം? വൈറ്റ് ആയിരിക്കണം. റെഡ് ഉണ്ടാകാനേ പാടില്ല. അതിൻ്റെ അകത്ത് ഒന്ന് ഗ്രീൻ വരാം. അപ്പൊ ബാക്കി ഒന്നെന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കണം. അപ്പൊ 2C1 ഡിവൈഡഡ് ബൈ 4C1 ഡിവൈഡഡ് ബൈ ടോട്ടൽ 9 എണ്ണ ഉള്ളത്, അതിനകത്ത് 2 എണ്ണം എറിയുന്നു, 9C2 which is equal to 2C1 എന്ന് പറഞ്ഞാൽ 2 ആണ്, 4C1 എന്ന് പറഞ്ഞാൽ 4 ആണ്, 9C2 എന്ന് പറഞ്ഞാൽ 9 × 8 ഡിവൈഡഡ് ബൈ 1 × 2 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്താല് 8 ഇതും ക്യാൻസൽ ആയി പോകും. അപ്പൊ 2/9 ഇത് ഡിനോമിനേറ്ററിലേക്ക് പോവും, ഇത് 2/9. അടുത്തത് 0, 2 എന്ന് പറഞ്ഞാല് ഒറ്റ റെഡ് ബോൾ ഉണ്ടാകാൻ പാടില്ല. റെഡ് 0 ആണ്, എറിയുന്നത് രണ്ടും ഗ്രീൻ ആണ്. അപ്പം 2C2 ഡിവൈഡഡ് ബൈ 9C2 വരും. ചെയ്യണം അത്. അടുത്ത ഇതെന്ന് പറഞ്ഞാല് P(0, 2) എന്ന് പറഞ്ഞാല് ഒറ്റ റെഡ് ഉണ്ടാകാൻ പാടില്ല, 2 ഗ്രീന്, ആകെ 2 ഗ്രീനേ ഉള്ളൂ, അത് രണ്ടും അറിയുന്നു. 2C2 ഡിവൈഡഡ് ബൈ 9C2. 2C2 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 ഡിവൈഡഡ് ബൈ 9C2 എന്ന് പറഞ്ഞാൽ 9 × 8 ഡിവൈഡഡ് ബൈ 1 × 2 ആണ്, which is equal to 1 × 2 ഡിവൈഡഡ് ബൈ 9 × 8. ഇതും ക്യാൻസൽ ചെയ്യാം, 1/36. ഇവിടെ 1/36. അതുപോലെ അടുത്ത നോക്കിയേ, 1, 0 ആണ്, ഒരു റെഡും ഒറ്റ ഗ്രീൻ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അടുത്ത ഇതെന്ന് പറഞ്ഞാല് മനസ്സിലാകുന്നില്ലേ? ക്ലിയർ അല്ലേ? പറയുന്ന മനസ്സിലാകുന്നില്ലേ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ.
അല്ലെ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. പി ഓഫ് 10 എന്ന് പറഞ്ഞാല് എറിയുന്ന 2 ബോളും ഒന്ന് റെഡ് ആയിരിക്കണം, അതിൻ്റെ അകത്ത് ഗ്രീൻ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ രണ്ടും റെഡ് ആണെങ്കിൽ 3 റെഡ് ബോളാണുള്ളത്. അപ്പൊ 3C1 ഇൻറ്റു ഗ്രീൻ ആകാൻ പാടില്ല. അപ്പൊ വൈറ്റ് എടുക്കണം 4C1 ഡിവൈഡഡ് ബൈ 9C2. 3C1 എന്ന് പറഞ്ഞാല് 3 ആണ്. 3 ഇൻറ്റു അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്, 3 ഇൻറ്റു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 2. അപ്പൊ 3C1 എന്ന് പറഞ്ഞാൽ 3 ആണ്, 4C1 എന്ന് പറഞ്ഞാൽ 4 ആണ്, ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 8 ഇൻറ്റു 1 ഇൻറ്റു 2. അപ്പൊ ഇതും ക്യാൻസൽ ആവും, 1/3. ഇതെന്ന് പറയുന്നത് 1/3 വരും. അങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കുക. അടുത്തതെന്ന് പറഞ്ഞാല് പി ഓഫ് 1 ആണ്. പി ഓഫ് 1 എന്ന് പറഞ്ഞാല് പി ഓഫ് 1 എന്ന് പറഞ്ഞാല് ഒന്ന് റെഡും ഒന്ന് ഗ്രീനും ആണ്. എറിയുന്ന 2 ബോളും ഒന്ന് റെഡും ഒന്ന് ഗ്രീനും. അപ്പൊ 3C1 ഇൻറ്റു ഗ്രീൻ എന്ന് പറഞ്ഞാൽ 2 ഗ്രീൻ ബോളാണ്, 2C1 ഡിവൈഡഡ് ബൈ 9C2. 3C1 എന്ന് പറഞ്ഞാൽ 3 ആണ്, 2C1 എന്ന് പറഞ്ഞാൽ 2 ആണ്, 9C2 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 8. ക്യാൻസൽ ചെയ്താല് ഇവിടെ 4 വരും, ക്യാൻസൽ ചെയ്താൽ 2 വരും, ഇത് 1/3. അപ്പൊ 1/3 3C1 എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 3. 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1/6 വരും. കറക്റ്റ് അല്ലേ? 3 ഇൻറ്റു 2 1/6 വരും. അതുപോലെ ഓരോന്നും ചെയ്യാം. ഇവിടെ 1/6 ആണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പി ഓഫ് 1-2 ആണ്. പി ഓഫ് 1-2 എന്ന് പറഞ്ഞാല് ഒരു റെഡും 2 ഗ്രീനും എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഒരു റെഡും 2 ഗ്രീനും പറഞ്ഞാല് നമ്മൾ ആകെ 2 ബോൾസ് എറിയുന്നുള്ളൂ. ഒരു റെഡും 2 ഗ്രീൻ എന്ന് പറഞ്ഞാല് 3 ബോൾസ് എറിയും. അപ്പൊ അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പൊ അവിടുത്തെ പ്രോബബിലിറ്റി 0 ആണ്. ഇവിടുത്തെ പ്രോബബിലിറ്റി 0 ആണ്. അതായത് ഒരു റെഡും വേണം 2 ഗ്രീനും വേണം. അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പൊ അവിടുത്തെ പ്രോബബിലിറ്റി 0 ആണ്. അടുത്തത് 2 റെഡ് ബോൾ ആകാനുള്ള പ്രോബബിലിറ്റി എഫ് പി ഓഫ് 2 കൂടി ചെയ്തുതരാം. പി ഓഫ് 20 എന്ന് പറഞ്ഞാല് രണ്ടും റെഡ്. അപ്പൊ 3R2 ഡിവൈഡഡ് ബൈ 3C2 ഡിവൈഡഡ് ബൈ 9C2. അപ്പൊ 3C2 കൂടി ഉണ്ട്. അപ്പൊ ഇത് ബാക്കി ചെയ്തോ. 3C2 എന്ന് പറഞ്ഞാല് 3 ഇൻറ്റു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3C2 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. 3 ഡിവൈഡഡ് ബൈ 9C2 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2. ആ 1 ഇൻറ്റു 2 മേലെ കയറും. ഇത് 4 3/36. അപ്പൊ 1/12 വരും.
ഇവിടെ 1/12 വരും. ബാക്കി നിങ്ങൾ ഹോംവർക്ക് ചെയ്തോട്ടാ. ഇത് 1/12 വരും. അങ്ങനെ ഓരോന്ന് ഫില്ല് ചെയ്യുക. ഇത് 2 1 എന്ന് പറഞ്ഞാല് 2 റെഡും ഒരു ഗ്രീൻ ആണ്. അതൊരിക്കലും പോസിബിൾ ആവില്ല. നമ്മൾ 2 ബോൾ മാത്രമേ എറിയുന്നുള്ളൂ. അപ്പൊ ഇത് 0 ആയിരിക്കും, ഇതും 0 ആയിരിക്കും. ഇനി ഈ ഒരു പോയിന്റ് മാത്രമേ കണ്ടുപിടിക്കണ്ടൂ. അത് നിങ്ങൾ ഇതും പോസിബിൾ അല്ല. 3 0 പറഞ്ഞാൽ ഇതും 0, ഇത് 0, ഇത് 0. ഇനി ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇനി മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് സം ചെയ്ത് എഴുതിയാൽ മതി. 1/6 പ്ലസ് 2/9 പ്ലസ് 1/36. അത് ആഡ് ചെയ്താല് 15/36 ഇതാണ്. അങ്ങനെ ഓരോന്നും ഈ റോ കംപ്ലീറ്റ് ആഡ് ചെയ്ത് എഴുതുക, കോളം കംപ്ലീറ്റ് ആഡ് ചെയ്ത് എഴുതുക. അത്രയും ആഡ് ചെയ്ത് എഴുതിയാല് ആൻസർ ആയി. ആഡ് ചെയ്ത് എഴുതിയാല് മാർജിനൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും കിട്ടും, വൈയും കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, ബാക്കി ചെയ്യാത്തവര് ഹോംവർക്ക് ചെയ്തോട്ടാ. ഓക്കെ, താങ്ക് യു. അറ്റൻഡൻസ് എടുക്കാം.